നബീന റസൂലുള്ളാഹി തങ്ങളെ വേദനിപ്പിച്ചവര്, നബി തങ്ങളെ പട്ടിണിക്കിട്ടവര്, നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറിവിളിച്ചവര് അവരുടെ കൈകളിൽ നിന്നും മക്കം പിടിച്ചടക്കിയപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങളാണ് അധികാരത്തിന്റെ സോപാനത്തിലുള്ളത്. അവിടുത്തെ കൈകളിലാണ് ചെങ്കോലും കിരീടവും ഉള്ളത്. തന്നെ പട്ടിണിക്കിട്ടവൻ തൊട്ടുമുന്നിലുണ്ട്, തന്റെ മുഖത്തടിച്ചവനുണ്ട്, തന്നെ പരിശുദ്ധമായ കഅബയുടെ മുഖത്ത് നിന്ന് തള്ളിയിട്ടവനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലാണ് ചെങ്കോലും കിരീടവും. ആ മക്കയുടെ എല്ലാ അധികാരങ്ങളും നബി തങ്ങളുടെ കൈകളിലേക്ക് വന്നപ്പോ മക്ക ഖുറൈശികൾ വിറയ്ക്കുകയായി. അല്ലാഹുവിന്റെ റസൂല് മിമ്പറിൽ കയറി നിന്നിട്ട് ചോദിച്ചു, യാ മഅ്ശറ ഖുറൈശ്, ഏയ് ജനങ്ങളെ അധികാരം നോക്കണം. അധികാരം കൈകിട്ടിയപ്പോ മറ്റുള്ളവരെ അവരെ പ്രതികാര നടപടി എടുക്കാനല്ല നോക്കിയത് നബി തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ മഅ്ശറ ഖുറൈശ്, ഏ ഖുറൈശികളെ, നിങ്ങൾ എന്നെ ഇടിച്ചവരാണ്, വേദനിപ്പിച്ചവരാണ്, പട്ടിണിക്കിട്ടവരാണ്, എന്നെ ആക്ഷേപിച്ചവരാണ്, എന്നെ തെറി വിളിച്ചവരാണ്. ഇന്ന് ഈ മക്കയുടെ കടിഞ്ഞാൺ എന്റെ കയ്യിലാണ്, ചക്രവർത്തി ഞാനാണ്. എന്നെ കുറിച്ച് നിങ്ങൾ എന്താണ് ധരിച്ചത്? മാനവികതയുടെ പ്രവാചകൻ ചിന്തിച്ചു നോക്ക്, കേട്ട് മനസ്സിലാക്ക്. എന്നെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിച്ചത്? ഇവിടൊക്കെ എന്താ അധികാരികൾ, ഇവ അധികാരത്തിൽ വരുമ്പോൾ മറ്റവനെ അറസ്റ്റ് ചെയ്യുക, അവ അധികാരത്തിൽ വരുമ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്യുക, അവ അധികാരത്തിൽ വരുമ്പോൾ ഇവന്റെ വീട്ടിൽ ഇടി കെറ്റുക, അവ അധികാരത്തിൽ വരുമ്പോൾ മറ്റവന്റെ വീട് പൂട്ടി സീൽ വെപ്പിക്കുക, ഇവ അധികാരത്തിൽ വരുമ്പോൾ ബുൾഡോസർ ഉണ്ട് അത് പൊട്ടിക്കുക, അവ അധികാരത്തിൽ വരുമ്പോൾ ഇവനെ പൊട്ടിക്കുക. ഇതല്ല ഇവിടെ നടക്കുന്നത്. നബിതങ്ങളെ ഇടിച്ചവർ, അടിച്ചവർ, ആക്ഷേപിച്ചവർ, ഉപരോധം നബിതങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയവർ, ആ പാവപ്പെട്ട ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കാണ്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഏയ് ഖുറൈശ്, മാ തളുന്നൂന അന്നി ഫാഇലും ബിക്കും, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ ധരിച്ചത്? പറ. നോക്കണം നബിതങ്ങളുടെ സ്വഭാവം നല്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നബിതങ്ങൾ മാ കദബ മുഹമ്മദുൻ ഖത്ത് വഹുവ സാദിഖുൻ വല്ലാഹി, നബിതങ്ങൾ സത്യസന്ധനാണെന്ന് പറഞ്ഞ പോലെ ആ മുശ്രിക്കീങ്ങൾ, ഇസ്ലാമിന്റെ പ്രതിയോഗികൾ ഒന്നടങ്കം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നാ നളുന്നൂക ഖൈറ, ഇന്നാ നളുന്നൂക ഖൈറ, നീ നല്ലവനാണ്, നീ നല്ലവന്റെ മോനാണ്, നീ ഞങ്ങളോട് നല്ലതേ പ്രവർത്തിക്കൂ എന്ന് ഞങ്ങൾക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, ആ നല്ലവനാണെന്നുള്ള ഒരു വാക്ക്, അത് മരണം വരെ ഖിയാമം വരെ ആ നല്ലവൻ എന്നുള്ള വാക്ക് നിലനിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നല്ലവൻ തന്നെയാണ്. ഇദ്ഹബൂ ഫഅൻതും മുത്ലഖ, പൊയ്ക്കോ, നിരുപാധികം നിങ്ങളെ ഞാൻ ഇതാ വിട്ടയക്കുകയാണ്, നിങ്ങളൊക്കെ പൊയ്ക്കോ, ജാമ്യം നൽകിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ചയുടെ പ്രവാചകൻ.